നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇതാ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ അടക്കം ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഏകദേശം 21.97 ലക്ഷം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത്. അത്രയും ഒരു ടെൻഡറിലേക്ക് ക്ഷണിക്കുകയാണ്. ടെൻഡർ ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തീരുമാനം ആവുകയും ചെയ്യും. ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളും ചെടികളും നൽകുന്നതിന് 5 ദിവസമാണ് കരാറുകാരന് ലഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ നേരത്തെ ചില ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡൽഹിയിലെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ചടങ്ങ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ വെച്ച് തന്നെ നടത്തിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് ആണ് ഇപ്പോഴത്തെ ധാരണ എന്ന് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ജൂൺ 9 വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ ആലോചന എന്ന് പറയപ്പെടുന്നത്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തും, തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം ഡൽഹിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ചരിത്ര സംഭവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പുകളിലാണ് BJP എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കർത്തവ്യ പഥത്തിലേക്ക് ഭാരത് മണ്ഡപത്തിലോ വെച്ചായിരിക്കും രാഷ്ട്രീയ ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. കർത്തവ്യ പഥിനും ഒപ്പം തന്നെ ഭാരത് മണ്ഡപത്തിനും പുറമെ ചെങ്കോട്ട, രാംലീല മൈതാനം, യശോഭൂമി കൺവെൻഷൻ സെൻറ്റർ എന്നീ സ്ഥലങ്ങളിലും ഈ രാഷ്ട്രീയ ചടങ്ങിൻ്റെ വേദിയാക്കി മാറ്റുവാൻ പരിഗണിച്ചിരിക്കുകയാണ് BJP എന്നുള്ളത്. ഉഷ്ണതരംഗ സാധ്യതയും കനത്ത ചൂടും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചടങ്ങ് ഭാരത് മണ്ഡപത്തിലോ അല്ലെങ്കിൽ യശോഭൂമി കൺവെൻഷൻ സെൻറ്ററിലോ നടത്തിയാൽ മതി എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി BJPയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയും മാറ്റിയേക്കാം. ചിലപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രാത്രിയാകും ഈ രാഷ്ട്രീയ ചടങ്ങുകളൊക്കെ നടക്കുക. സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് BJP ആലോചിക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ചടങ്ങ് അതായിരിക്കും ഈ 3ാം മോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത്. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 10,000-ഓളം വരുന്ന പേരെയാകും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 3ാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ BJP അതിനുള്ള എല്ലാ തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും അണിയിച്ചൊരുക്കിക്കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ രാഷ്ട്രപതി ഭവനിൽ അടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും അനുകൂലമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു. അത് ജൂൺ 9 തീയതി.